ഹായ്, എന്തുണ്ട് എല്ലാവരും വർത്താനോ? നമ്മൾ ഇന്നേ ഒരു അവിയലിൻ്റെ റെസിപ്പി ആയിട്ടോ ഗേസ് വന്നിട്ടുള്ളത്. കഷ്ണങ്ങളായിട്ട് ക്യാരറ്റ്, ചേന, മുരിങ്ങാക്കായ, കുമ്പളങ്ങ, പിന്നെ ബീൻസ് ഇത്രയായിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ, പിന്നെ ഉപ്പും, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഷ്ണങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്തേ. പിന്നെ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതും മിക്സ് ചെയ്തിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് വേവിക്കുക കേട്ടോ. കഷ്ണങ്ങൾ വേവുമ്പോഴത്തിന് തേങ്ങ, പച്ചമുളക്, ചെറിയ ജീരകം, ചെറിയ ഉള്ളി, കറിവേപ്പില ഇതാട്ടെ നമ്മൾ അരപ്പിന് വേണ്ടിയിട്ട് എടുത്തത്. അങ്ങനെ അരപ്പും റെഡിയായി. കഷ്ണങ്ങളൊക്കെ ഓൾമോസ്റ്റ് വെന്തപ്പോൾ നമ്മൾ അതിലേക്ക് അത് ഒഴിച്ചെടുത്തിട്ടോ. ഫൈൻ പേസ്റ്റ് ആയിട്ടൊന്നും അരപ്പ് വേണ്ട കേട്ടോ. അങ്ങനെ കഷ്ണങ്ങളൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുത്തു, തേങ്ങയൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തപ്പോൾ അതിലേക്ക് നമ്മൾ 2 സ്പൂൺ കട്ട തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര്, അത് ഒഴിച്ചെടുത്തുകൊണ്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തേ. പിന്നെ നമ്മൾ ഇത്തിരി പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചെടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടേ. വല്ലാത്തൊരു പൂതി കേട്ടോ അവിയലും കൂട്ടി ചോറിനാണ്. കറികളൊക്കെ ഉണ്ട്, ഓരോരോ പൂതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ ഉണ്ടായപ്പം അങ്ങനെ അവിയൽ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ അവിയലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ല വെളിച്ചെണ്ണയൊക്കെ നല്ല അടിപൊളി സ്മെല്ലാട്ടോ കറിവേപ്പിലൻ്റെ ഒക്കെ. അപ്പോൾ അവിയലൊക്കെ റെഡിയായി. ഇനി നമ്മൾ ചോറുണ്ണാനുള്ള പരിപാടി കേട്ടോ. ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ചോറ് ഇട്ട് കൊടുത്തേ. പിന്നെ സാമ്പാർ കേട്ടോ, കറി ഉണ്ടായിരുന്നത് സാമ്പാർ വെച്ചെടുത്തു. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ അവിയൽ വെച്ചെടുത്തു. പിന്നെ കേബേജ് തോരനായിരുന്നു കേട്ടോ, തോരനായിട്ടുണ്ടായത്. പിന്നെ പപ്പടം, അതിൻ്റെ കൂടെ ഒരു നോൺ വെജും കൂടി ഉണ്ടെങ്കിലോ പൊളിക്കൂലേ. അപ്പോൾ നമുക്ക് നല്ല ബീഫ് വരട്ടിയതാട്ടോ. ഇപ്പോൾ ബീഫ് വരട്ടിയതും ചോറും നമ്മളിത് അങ്ങോട്ട് വേവിച്ചാലോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ.